ഹലോ ഗായ്സ്, വെൽക്കം ടു AV റോൾസ്. ഞങ്ങളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതാണ് കിടുക്കാച്ചി മൈനർ ചിക്കൻ. ഇന്ത്യൻ പാശ്ചാത്യ പശ്ചാത്തല രുചിക്കൂട്ടുകളിൽ നിന്ന് ഊർന്ന് കവർന്നെടുത്ത വൈഭവ വിഭവസമൃദ്ധമായ ഭോജ്യമാണ് മൈനർ ചിക്കൻ. നമുക്കിതിൻ്റെ പാകപ്പെടുത്തലുകളിലേക്ക് കടക്കാം. ബിരിയാണി പീസ് അളവിൽ വെട്ടിയെടുത്ത ഫോർമാലിൻ കുത്തിവയ്ക്കാത്ത സുന്ദരി കോഴി കഷ്ണങ്ങളെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഞെരിഞ്ഞമർന്ന ഇഞ്ചി വെളുത്തുള്ളിയെ ഇതിലേക്കിടുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഗരം മസാല, മീറ്റ് മസാല തുടങ്ങിയവ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കറിക്ക് ആവശ്യമായുള്ളതിൻ്റെ പകുതി അളവിൽ മാത്രം മസാലക്കൂട്ടുകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും. മസാലക്കൂട്ടുകൾ അത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനളവിലുള്ള ഉപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്കാവശ്യമുള്ളതിൻ്റെ പകുതി അളവ് മാത്രം മതിയാകും. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായി ഇളക്കി കൊടുക്കുക. ഈ മസാലകളൊക്കെ അവിടെയായി കട്ട പിടിച്ചിരിക്കാത്ത വിധത്തിൽ വേണം നമ്മളിതിനെ ഇളക്കി കൊടുക്കാൻ. ഈ ഇളക്കി കൊടുത്തതിൻ്റെ അവസാന രൂപം ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇനി ഒരു പാനിൽ എണ്ണ ഇങ്ങനെ ഗുളുഗുളാന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം എണ്ണ ചൂടാകുമ്പോൾ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിരുന്ന മസാല കൂട്ടി വെച്ചിരുന്ന ഇറച്ചി കഷ്ണങ്ങളെ അതിലേക്കിടണം. അതിലേക്കിടുമ്പോൾ തന്നെ ആ ഒരു മസാലയുടെ മണം ഇങ്ങനെ അടിക്കും. വാവ്! അതിങ്ങനെ കിടന്ന് മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വറുത്തെടുക്കാൻ. നമുക്ക് പൂർണ്ണമായി വറുത്തെടുക്കണ്ട, ഒരു 3/4 പരുവം വറുത്തെടുത്താൽ മതിയാകും. ഒരു സ്പൂൺ ഉപയോഗിച്ച് കുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ വേവ് എത്രത്തോളം ഉണ്ടെന്ന്. ഈ വറുത്തതിനെ എണ്ണ കളഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. കോഴിക്കഷ്ണങ്ങൾ അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ അഗ്രമുനയിലെത്തുമ്പോൾ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഇനി നേരത്തെ അരിഞ്ഞു മാറ്റി വച്ചിരുന്ന സവാള നമ്മളിപ്പോൾ വറുത്ത അതേ എണ്ണയിൽ തന്നെ ഇട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് വേറെ പ്രത്യേകം എണ്ണ എടുത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. ഇത് ഈ എണ്ണയിൽ തന്നെ മസാല ഉള്ളത് കൊണ്ട് വളരെ രുചികരമായിരിക്കും. എണ്ണയിലേക്ക് സവാള ഇട്ടതിന് ശേഷം നന്നായി വഴറ്റി കൊടുക്കുക. ഞങ്ങൾ ചെയ്തത് ഈ സവാളയെ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു അടപ്പ് പാത്രം കൊണ്ട് മൂടി വച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ മൂടി തുറന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി വരണ്ടു വന്നു എന്നുറപ്പാകുമ്പോൾ ഇതിനാവശ്യമായുള്ള മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം പകുതി മസാലയായിരുന്നു ഇട്ട് കൊടുത്തത്. ഇപ്പോൾ ബാക്കിയുള്ള ആവശ്യത്തിന് നമ്മുടെ എരിക്കനുസരിച്ചുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾക്ക് മീറ്റ് മസാലയുടെ രുചി മതിയായത് കൊണ്ടാണ് ഞങ്ങൾ അത് ആഡ് ചെയ്ത് കൊടുത്തത്. ചിക്കൻ മസാല പ്രേമികൾക്ക് അതും ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് താല്പര്യമുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം എല്ലാ മസാലകളെയും നന്നായി വഴറ്റുക. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ കരിപൊരിയായി പൊരിച്ചു വച്ചിരുന്ന സുന്ദരി കോഴി കഷ്ണങ്ങളെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഏകദേശം 4 മുതൽ 5 മിനിറ്റ് വരെ വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായി വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാകത്തിനനുസരിച്ച് നന്നായി വെള്ളം കൂടി നിൽക്കണമെങ്കിൽ അതിനനുസരിച്ച്, കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കുക. അവസാന ഘട്ടത്തിൽ കുറച്ച് മല്ലിയില മുകളിലൂടെ വിതറി നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. അതിശ്രേഷ്ഠമായ മൈനർ ചിക്കൻ റെഡി. ഓക്കെ ഗൈസ്, ഇത്രയായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.